ഹലോ എവറി വൺ, ലാപ്രോക്സിമ അക്കാദമിയുടെ പുതിയൊരു വെഞ്ചറാണ് CUET ആസ്പിറൻസ് ആയ വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള CUET പ്രോ എന്ന് പറയുന്ന ഒരു സ്കീം. ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് +2 +1 പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഇടയിൽ പൊതുവേ +2 കഴിഞ്ഞാൽ എനിക്ക് CUET എക്സാം എഴുതണം. പക്ഷേ CUETൻ്റെ ഒരു പ്രത്യേകത, CUETക്ക് 3 സെക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി എങ്ങനെ ഞാൻ കവർ ചെയ്യും? മാത്രമല്ല CUETലെ ചില സബ്ജക്ട്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചധികം പ്രിപ്പറേഷൻ ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ വളരെ എളുപ്പത്തിൽ അതിൻ്റെ ട്രിക്കുകളും അതിൻ്റെ ടെക്നിക്സും മനസ്സിലാക്കിയിട്ട് എങ്ങനെ നമുക്ക് ചെറിയൊരു സമയത്തിനുള്ളിൽ പ്രിപ്പയർ ചെയ്തെടുക്കാം തുടങ്ങിയ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു CUET പ്രോയിലൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നുണ്ടായിരിക്കാം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, CUET എക്സാമിനേഷൻ നമുക്കറിയാം 3 സെക്ഷൻസ് ആയിട്ടാണ് വരുന്നത്. സെക്ഷൻ 1 എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് അല്ലേ? അപ്പോൾ ലാംഗ്വേജിൻ്റെ ഭാഗത്ത് നമുക്ക് 3 ഏരിയാസ് നിന്ന് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. മാത്രമല്ല സെക്ഷൻ 2 ഡൊമൈൻ സബ്ജക്റ്റ് ആണ്, അത് നമ്മളിവിടെ ഡീൽ ചെയ്യുന്നുണ്ടാവില്ല CUET പ്രോയിൽ. പക്ഷേ സെക്ഷൻ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പേപ്പറാണ്. ഈ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നിങ്ങൾക്കറിയാം 5 സബ്ജക്ട്സ് ആണ് ഇതിൻ്റെ കീഴിൽ വരുന്നുണ്ടാവുക. GK, ന്യൂമറിക്കൽ എബിലിറ്റി, ലോജിക്കൽ റീസണിങ്, മെൻ്റൽ എബിലിറ്റി, അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്. അപ്പോൾ ഈ സബ്ജക്ട്സ് എല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് വളരെ ചിട്ടയായിട്ടുള്ള രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ കോൺസെപ്റ്റിൽ ക്ലാരിറ്റിയോടുകൂടെ നമ്മൾ വളരെ പക്വമായ രൂപത്തിൽ സമയം കണ്ടെത്തിയിട്ട് പ്രിപ്പയർ ചെയ്താൽ മാത്രമാണ് നമുക്ക് CUET ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള രൂപത്തിൽ വ്യവസ്ഥാപിതമായി സിസ്റ്റമാറ്റിക് ആയിട്ട് CUET ആസ്പിറൻസിലേക്ക് ലാപ്രോക്സിമ CUET പ്രോയിലൂടെ എത്തുകയാണ്. സോ ഇതിലെ ഓരോ വീഡിയോസും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആകും എന്ന വിശ്വാസത്തിൽ സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ അപ്ഡേറ്റ്സ് വിത്ത് ലാപ്രോക്സിമ.